ഹലോ കുട്ടികളെ, പ്ലസ് വൺ കൊമേഴ്സിൻ്റെ ബിസിനസ് സ്റ്റഡിയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 8 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫൈനൽ എക്സാമിനും ആവട്ടെ, ക്രിസ്മസ് എക്സാമിനും ആവട്ടെ, ഇത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, കണ്ടന്റ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PDF ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ടാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. ഈ ഒരു PDF ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF ആണ്, ബിസിനസ് സ്റ്റഡിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF ആണ്. ഇത് വേണം എന്നുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF വരുന്ന റേറ്റ് 70 രൂപയാണ് കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഈസ് എ ഫോം ഓഫ് ബിസിനസ്. അതൊരു ബിസിനസ് ആണല്ലേ, ഒരു ഫോം ഓഫ് ബിസിനസ്, ഒരു കൈൻഡ് ഓഫ് ബിസിനസ് ആണ്. ഇൻ വിച്ച് 2 or more persons agree to carry on a lawful business and share its profit and losses. ഇവിടെ എന്ത് ചെയ്യുകയാണ്, 2 അതിലധികമോ ആളുകൾ കാണും. അവർ എഗ്രിമെൻ്റ് ഇടുകയാണ്, അവർ എഗ്രി ചെയ്യുകയാണ്, നമുക്ക് ഈ ബിസിനസ് വളരെ നിയമപ്രകാരം എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ പ്രോഫിറ്റും ലോസസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് ക്യാരി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അതിലധികമോ ആളുകൾ കാണും. അവരെന്ത് ചെയ്യും, എഗ്രി ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിനെ ക്യാരി ചെയ്യാം. ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആവട്ടെ ലോസ് ആവട്ടെ നമുക്കത് ഷെയർ ചെയ്യാം. ഈക്വലി വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അതല്ല റേഷ്യോയുടെ ബേസിൽ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഇട്ടുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ നോർമൽ ബിസിനസ്സൊക്കെ വരുമ്പോഴേക്കും അതിലൊരു മാനേജർ കാണും, ഡയറക്ടർ കാണും, കമ്പനിയൊക്കെ വരുമ്പോഴേക്കും അങ്ങനെയല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ എല്ലാ പാർട്ട്ണറിനും ഈക്വലായിട്ടുള്ള റൈറ്റ് ആ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയോളൂ, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചിലപ്പം ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വേണം നിങ്ങൾ എഴുതാനായിട്ട്. മീനിങ് എന്ന് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അതിൻ്റെ മീനിങ് എഴുതാവൂ. ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ആണല്ലേ. പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. who have agreed to share the profit of the business of a business. അപ്പോഴെന്താണ്, ആരാണോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന് പറയുന്നത്, ബിസിനസ് ക്യാരീഡ് ഓൺ ബൈ ഓൾ. ചിലപ്പം എല്ലാവരും കൂടെ ചേർന്നായിരിക്കും ആ ബിസിനസ് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർ എനി ഒൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്, പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എങ്ങനെയാണ്, ആരെങ്കിലും ഒരാൾ ഒന്നില്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യും, അതല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്ത് ചെയ്യും, പ്രോഫിറ്റൊക്കെ ഷെയർ ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് പോകുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം തന്നിട്ടുള്ള ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാപാഠം പഠിച്ചോളൂ. വേറെ ഒരു നിവൃത്തിയില്ല, ഡിഫൈൻ ചെയ്യാനായിരിക്കും പരീക്ഷയ്ക്ക് ഒട്ടുമിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. വളരെ എളുപ്പമല്ലേ. ഇവിടെ വീണ്ടും അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഏകദേശം 8 പോയിൻറ്റോളം വരുന്നുണ്ട് ഫീച്ചേഴ്സിൽ. എളുപ്പമല്ലേ, നമുക്ക് എങ്ങനെ പഠിക്കാം ഇത്? നമ്മൾ പറഞ്ഞു 2 അതിലധികമോ ആര് കാണും, പേഴ്സൺസ് കാണുമല്ലേ. 2 അതിലധികമോ ആളുകൾ ചേർന്നാലേ നമുക്ക് പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താണ്, 2 അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു അവർ എഗ്രി ചെയ്യുന്നു, അവരൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ എന്താണ്, എഗ്രിമെൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു ലോഫുൾ ആയിരിക്കും ആ ഒരു ബിസിനസ്, ലീഗലി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഇല്ലീഗൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല.
ലീഗലായിട്ട് മാത്രമേ ബിസിനസ് റൺ ചെയ്യാൻ പറ്റൂ. ലോഫുൾ ബിസിനസ്സാണ്. അപ്പം മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? ലോഫുൾ ബിസിനസ്. നാലാമത്തെ എന്താണ്? അവർ പ്രോഫിറ്റും ലോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു ഫീച്ചറാണ്. അതിൻ്റെ ഒരു സവിശേഷതയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റും അവിടെ വരുന്ന ലോസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഏജൻസിയാണ്. അത് ഒരു പുതിയ പോയിൻ്റാണ്. അതെന്താണ് നമുക്ക് നോക്കാം. അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നുമില്ല. നിങ്ങൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പഠിച്ച സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും അവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നുണ്ട് അല്ലേ? അവിടെ എന്താണ്? സോൾ പ്രൊപ്പറേറ്ററും അതുപോലെ ബിസിനസ്സും തമ്മിൽ എന്താണ്? സെപ്പറേറ്റ് ആണ്. കമ്പനീൻ്റെ കാര്യം പഠിക്കുമ്പോഴും ഇതേ കണക്കിന് തന്നെ കമ്പനി വേറെ ബിസിനസ് വേറെ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. സോ നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. വോളണ്ടറി രജിസ്ട്രേഷനാണ്. ഇങ്ങനെ 8 പോയിന്റ്സ് വരുന്നുണ്ട്. ഓരോ നമുക്ക് നോക്കിയാലോ. 2 or more പേഴ്സൺസ്, രണ്ടോ അതിലധികമോ ആളുകൾ എവിടെ കാണും? പാർട്ണർഷിപ്പിൽ കാണും. മിനിമം 2 പാർട്ട്നേഴ്സെങ്കിലും വേണം. മാക്സിമം നമ്പർ ഡിപ്പെൻഡ് ഓൺ ദ ആപ്ലിക്കബിൾ ലോ. നിയമപ്രകാരം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചാണ് മാക്സിമം നമ്പേഴ്സ് വരുന്നത് കേട്ടോ. അത് ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിൽ എന്താണ് അമാൻമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ മാറ്റമൊക്കെ വരാറുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് എത്രയെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കമൻറ്റിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നോക്കിയോളൂ, മാക്സിമം നമ്പർ എത്രയെന്നുള്ളത് നമ്മുടെ നിയമത്തിൻ്റെ ബേസ് ചെയ്തിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. മിനിമം എന്തായാലും 2 പേഴ്സൺസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. മാക്സിമം എനിക്ക് തോന്നുന്നു 20 ആണെന്ന്. അപ്പോൾ എന്തായാലും ഞാനത് കമൻറ്റിലിട്ടേക്കാം. അടുത്തത് എഗ്രിമെൻ്റ് എങ്ങനെയാണ്? പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻ്റ് അല്ലേ? പാർട്ണർഷിപ്പ് ഉറപ്പായിട്ടും ഒരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ എഗ്രിമെൻറ്റ് ചിലപ്പോൾ ഓറലും ആവാം അല്ലെങ്കിൽ റിട്ടേണും ആവാം. ഓറൽ എഗ്രിമെൻറ്റും ആവാം, റിട്ടേൺ എഗ്രിമെൻറ്റും. ഓറൽ മീൻസ് നമ്മൾ വാക്കാൽ പറയുന്നതാണ്. അതിന് സത്യം പറഞ്ഞ ഒരു വാല്യൂ ഇല്ല കേട്ടോ. വാക്കാൽ പറഞ്ഞാൽ ഇതിനൊരു വാല്യൂ ഇല്ല. കാരണം നമുക്കൊരു നിയമപരമായിട്ട് എപ്പോഴെങ്കിലും പോവേണ്ട സിറ്റുവേഷനിൽ വാക്കാൽ പറഞ്ഞ എഗ്രിമെൻറ്റിന് അവിടെ എന്താണ് നിയമത്തിന് മുന്നിൽ ഒരു വാല്യൂയും കിട്ടില്ല. പക്ഷേ റിട്ടേൺ എഗ്രിമെൻറ്റിന് എപ്പോഴും എന്തുണ്ട്? വാല്യൂ ഉണ്ട്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോഫുൾ ബിസിനസ് ആണ്. നമുക്ക് ലീഗലായിട്ടുള്ള ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. ഇല്ലീഗൽ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകേണ്ടി വരും? ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അടുത്ത പ്രോഫിറ്റ് ഷെയറിങ്. പാർട്ണേഴ്സ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു എഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കും. ആ എഗ്രിമെൻറ്റിൽ പറയും ഇത്ര പ്രോഫിറ്റ് ഞാൻ എടുക്കും, ഇത്ര പ്രോഫിറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഒരു റേഷ്യോ അവർ ക്രിയേറ്റ് ചെയ്യും. ആ റേഷ്യോയുടെ ബേസിലാണ് പ്രോഫിറ്റും ലോസും അവരെന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യും. അഥവാ പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ ആ റേഷ്യോയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവർ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴെങ്ങനെയാണ്? പ്രോഫിറ്റും ലോസും അവർ ഷെയർ ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അടുത്തത് മ്യൂച്വൽ ഏജൻസി. എവരി പാർട്ണർ ഈസ് ബോത്ത് എ പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ടല്ലോ. അവിടെ ആരും എന്താവുന്നില്ല, ബോസ് ആവുന്നില്ല അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആവുന്നില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആണ് ഉള്ളത്. അപ്പോഴെന്താണ്? എവരി പാർട്ണർ ഈസ് ബോത്ത് എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അവിടെ എന്താണ്? എല്ലാ പാർട്ണേഴ്സും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. വൺ പാർട്ണർ ആക്ഷൻ ബൈൻഡ് ഓൾ പാർട്ണേഴ്സ്. ഒരാൾ ചെയ്യുന്ന ആക്ഷൻസ് മറ്റെല്ലാ ആളുകളെയും എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെല്ലാവരും അതെന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അടുത്ത അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു പാർട്ണർഷിപ്പ് അവരുടെ എഗ്രിമെൻ്റ് ബേസ് ചെയ്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത് അല്ലേ? പ്രോഫിറ്റ് ലോസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ലോസ് വന്നു കഴിഞ്ഞാൽ അവരെന്താണ്? ഉറപ്പായിട്ട് അത് ഷെയർ ചെയ്യണം. കാരണം അവരല്ലേ ആ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി നിങ്ങൾ അക്കൗണ്ടൻസിയിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് ലയബിലിറ്റി എന്ന് വെച്ചാൽ? ബാധ്യത അല്ലേ? എന്ത് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട് ബാധ്യത വന്നാലും അവരെന്ത് ചെയ്യണം? അത് അവർ ഷെയർ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റിൽ നിന്ന് വരെ എന്ത് ചെയ്യേണ്ടി വരും? ആ ലയബിലിറ്റി വീട്ടേണ്ടി വരും. പാർട്ണേഴ്സ് ആർ പേഴ്സണലി ലയബിൾ ഫോർ ദ ഡെപ്റ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിന് കടമുണ്ടെന്ന് വിചാരിക്കുക. 5 ലക്ഷത്തിൻ്റെ കടമുണ്ടെന്ന് വിചാരിക്കുക. ഇവരുടെ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ ബാക്കി 3 ലക്ഷം വേണ്ടേ? ഈ 3 ലക്ഷം ഇവരെവിടെ നിന്ന് എടുക്കും? ഇവരുടെ പേഴ്സണൽ അസറ്റ് അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റോ പ്രോപ്പർട്ടിയോ ഒക്കെ വിറ്റായിരിക്കും ഇവർ എന്ത് ചെയ്യേണ്ടി വരുന്നത്? അത് വീട്ടേണ്ടി വരുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് ആണ്. ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. എന്ത് ബിസിനസ്
ബിസിനസ് ലൈബിലിറ്റി വന്നാലും ഇവരെന്താണ് ഇവരുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് വരെ അതെടുത്ത് വീട്ടേണ്ടി വരും. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പാർട്ണർഷിപ്പ് ആൻഡ് പാർട്ട്നേഴ്സ് ആർ നോട്ട് സെപ്പറേറ്റ് ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ കണ്ണിൽ പാർട്ണർഷിപ്പും പാർട്ണറും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നല്ലേ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുന്നിൽ ബിസിനസ് വേറെ, അതിൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ വേറെ എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പാർട്ണറും ബിസിനസ്സും അല്ലെങ്കിൽ പാർട്ണർഷിപ്പും ഒന്ന് തന്നെയാണ്. ബിസിനസ്സിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് ആരെ എഫക്റ്റ് ചെയ്യും? പാർട്ട്നേഴ്സിനെ അഫക്റ്റ് ചെയ്യും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വോളണ്ടറി രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് കമ്പൽസറി. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷേ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ അതിൻ്റേതായ ഫലം ആരനുഭവിക്കേണ്ടി വരും? ആ പാർട്ട്നേഴ്സ് അനുഭവിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫേംസിന് മാത്രമേ, പാർട്ണർഷിപ്പ് ഫേമിന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 പോയിന്റ്സ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ. 2 or more മെമ്പേഴ്സ് വേണം, എഗ്രിമെൻ്റ് ഉണ്ട്, ലോഫുൾ ബിസിനസ്സാണ്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഏജൻസിയാണ്, അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, വോളണ്ടറി രജിസ്ട്രേഷൻ ആയിരിക്കും.